ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSC നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ടാക്സോണമിക് ഇൻഫർമേഷൻ റിസോഴ്സുകളാണ്. ഒരു ടാക്സോണമിയുടെ വർഗീകരണത്തിന്റെ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പോകാം വീഡിയോ. ടാക്സോണമി വർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലാബിനുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, ഒരു ഫീൽഡ് വർക്ക് കൂടിയാണ്. നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്ലാന്റ്സിൽ നിന്ന് കിട്ടാവുന്നത്തോളം ഡേറ്റാസ് കളക്ട് ചെയ്യും, പിന്നെ അത് അനാലിസ് ചെയ്യും. മറ്റ് സോഴ്സുകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ടാക്സോണമി തുടങ്ങുന്നത്. അതായത് വർഗീകരണം, നാമകരണം, പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് വിവരങ്ങൾ നൽകുന്ന റിസോഴ്സുകൾ, ഡേറ്റാബേസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ പ്ലാന്റ്സിനെയും അനിമൽസിനെയും മറ്റ് സൂക്ഷ്മജീവികളെയും തിരിച്ചറിയാനും അവയെ വർഗീകരിക്കാനും പേര് നൽകാനും ഇത് ഉപയോഗിക്കുക. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടി വിവരങ്ങൾ നൽകുന്ന സ്രോതസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും അങ്ങനെ വിവരങ്ങൾ നൽകുന്ന സ്രോതസ്സുകളാണ്: ഒന്ന് ഹെർബേറിയം, രണ്ടാമത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ, മൂന്ന് BSI ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ടാക്സോണമി ലിറ്ററേച്ചർ, അതുപോലെ ഫ്ലോറാസ്, ദെൻ മാനുവൽസ്, മോണോഗ്രാഫ് തുടങ്ങിയവയാണ് വിവിധ സ്രോതസ്സുകൾ. അപ്പൊ ഈ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ടാക്സോണമി പർപ്പസ് ചെയ്യുന്നത്. ആദ്യത്തത് ഹെർബേറിയ, സിംഗുലർ ആണെങ്കിൽ ഹെർബേറിയ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും അക്സെപ്റ്റ് ചെയ്ത ക്ലാസിഫിക്കേഷന്റെ ബേസിൽ അംഗീകരിച്ച ഒരു വർഗീകരണ ശാസ്ത്രത്തിന്റെ ബേസിൽ നമ്മളുടെ സ്പെസിമെനുകൾ, മാതൃകകളെ ഉണക്കി അതുപോലെ അമർത്തി മൗണ്ട് ചെയ്തെടുക്കുന്ന ശേഖരങ്ങളെയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിനെ എടുക്കുന്നു, നമ്മൾ അതിനെ ആദ്യം പ്രസ് ചെയ്യുന്നു, ദെൻ അതിന്റെ ഉണക്കിയെടുക്കുന്നു, ഡ്രൈ ചെയ്തെടുക്കുന്ന ഒരു ശേഖരം, കളക്ഷനാണ് ഹെർബേറിയം എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഒരു ഹെർബേറിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതിൽ ഒന്നാമതാണ് ആവശ്യമായിട്ടുള്ള സ്പെസിമെൻ ശേഖരിക്കുക. നമ്മൾ ഫീൽഡിൽ ചെന്നിട്ട് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്പെസിമെൻസ്, മാതൃകകൾ, ചെടികളെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ ചെടികളുടെ പ്രത്യേകത ആയിരിക്കും, പൂക്കൾ എപ്പോഴും ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. പിന്നെ ഈ ശേഖരിച്ച സ്പെസിമെനുകളെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അമർത്തി ഉണക്കിയെടുക്കുന്നു. അതായത് ഹെർബേറിയം പ്രസ്സർ എന്നൊരു മെഷീൻ ഉണ്ട്, പലക പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. അതിൽ വെച്ചിട്ട് ഹെർബേറിയത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റുകളെ പ്രസ് ചെയ്തെടുക്കും, ദെൻ അതിന് ഉണക്കിയെടുക്കും, പ്രസ് ചെയ്തതിനു ശേഷം ഉണക്കിയെടുക്കും. അടുത്താണ് മൗണ്ടിങ്, സ്പെസിമെൻസിന്റെ മൗണ്ടിങ്. മൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പേപ്പറിൽ, ഒരു ഹെർബേറിയം ഷീറ്റ് എന്നൊരു ഷീറ്റ് ഉണ്ട്. ആ പേപ്പറിൽ 29 സെന്റിമീറ്റർ ഇൻറ്റു 42 സെന്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തുമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു അളവിലുള്ള പേപ്പറിനകത്ത് നമ്മൾ ഉണക്കിയ സ്പെസിമെൻസിനെ പ്രത്യേക അണുനാശിനികളുടെ സഹായത്താൽ അപ്ലൈ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അതായത് പിന്നീട് പൂപ്പലോ ഫംഗസ് ബാധയോ അല്ലെങ്കിൽ മറ്റു ബാക്ടീരിയകളോ ഒന്നും അതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മജീവികളെ ചെറുക്കാനുള്ള അണുനാശിനികൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഹെർബേറിയം ഷീറ്റിലേക്ക് ഒട്ടിച്ച് തുന്നിച്ചേർക്കുന്നത്. ഒട്ടിക്കുകയും ചെയ്യും, അതോടൊപ്പം തുന്നിച്ചേർക്കുന്നത്. അതിനെയാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ അടുത്ത പ്രോസസ്സാണ് ലേബലിംഗ്. ഒരു ഹെർബേറിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയണം അത് ഏത് ചെടിയാണ്, അതിന്റെ വിവരങ്ങൾ അറിയണം. ആ വിവരങ്ങൾ നൽകുന്ന ഭാഗമാണ് ലേബലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും ലേബൽ ചെയ്തിരിക്കുന്നത്? ഒരു സസ്യത്തിന്റെ പേര്, അതായത് ശാസ്ത്രനാമം, സയന്റിഫിക് നെയിം ഉണ്ടാവും, പിന്നെ അതിന്റെ കുടുംബ പേര്, ഫാമിലിയുടെ പേരുണ്ടാവും, ഇത് കളക്ട് ചെയ്ത സ്ഥലം, ഏത് ലൊക്കാലിറ്റി നിന്നാണ് ഈ പ്ലാന്റ് കളക്ട് ചെയ്തത്, എന്നാണ് ഇത് കളക്ട് ചെയ്തത്, ആ കളക്ട് ചെയ്ത തീയതി, ആരാണ് കളക്ട് ചെയ്ത ആളുടെ പേര്. ഇത്രയും ഡീറ്റെയിൽസ് എപ്പോഴും ഹെർബേറിയത്തിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഹെർബേറിയകളെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ അംഗീകരിച്ച ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ, ഇപ്പൊ വെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷൻ പോലുള്ള ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഇവയെ പ്രത്യേകമായിട്ട് അലമാരകളിൽ അല്ലെങ്കിൽ അതിനുള്ള കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സൂക്ഷിച്ചു വെക്കുന്നു, വർഗീകരിച്ചു വെക്കുന്നു. അതാണ് ഹെർബേറിയത്തിന്റെ പ്രോസസ്. എന്താണ് ഹെർബേറിയത്തിന്റെ ചരിത്രം? ഹിസ്റ്ററി ഓഫ് ഹെർബേറിയം. ഒരു ഇറ്റാലിയൻ അധ്യാപകൻ തന്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെടികളെ നട്ടു വളർത്തി തുടങ്ങി. പിൽക്കാലത്ത് അത് ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഒരു ആരംഭമായിട്ട് മാറി. അതിനുശേഷം അദ്ദേഹം ആ ചെടികളെ ഉണക്കി സൂക്ഷിക്കാൻ തുടങ്ങി. അതാണ് ഹെർബേറിയമായിട്ട് മാറിയത്. അങ്ങനെ ഹെർബേറിയത്തിന്റെ തുടക്കക്കാരൻ പറഞ്ഞ ഒരു ഇറ്റാലിയൻ അധ്യാപകനായ ലൂക്ക ഗിനി ആയിരുന്നു. അതിന്റെ വർഷം നോക്കണം, എത്ര വർഷങ്ങൾക്ക് പിറകിലാണെന്ന് തോന്നുന്നു. അത്രയും വർഷങ്ങൾക്ക് പിറകിൽ ഒരു അധ്യാപകൻ തുടങ്ങി വെച്ചൊരു പ്രോസസ്സാണിത്. അദ്ദേഹത്തിന്റെ പക്കൽ അന്ന് 300 ഇനങ്ങളുടെ പ്ലാന്റ്സിന്റെ ശേഖരം ഉണ്ടായിരുന്നു, കളക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഹെർബേറിയത്തിന്റെ പങ്ക്? അതിന്റെ ഉപയോഗങ്ങൾ എന്താണ്? ഈ ഹെർബേറിയം കൊണ്ടുള്ള നമുക്കുള്ള നേട്ടങ്ങൾ എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്തെ സസ്യ സാമ്പിളുകൾ സംരക്ഷിക്കുന്നതിനുള്ള സംഭരണികളാണ്. ഹെർബേറിയത്തില് ആ ഒരു പ്രദേശത്തുള്ള എല്ലാ ചെടികളും നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പിന്നീടുള്ള ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും.
ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള അറിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള റഫറൻസും പഠന സാമഗ്രിയും. നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ചെടികളുണ്ട്, എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനം, ജൈവ സമ്പത്തിനെ കുറിച്ചുള്ള അറിവ് നേടാൻ ഈ ഒരു ഹെർബേറിയം സഹായിക്കും. ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനുമായിട്ടുള്ള ഒരു സമ്പത്താണ്. നമുക്ക് റിസർച്ച് ചെയ്യാനും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഹെർബേറിയം ഉപയോഗിക്കാം. ഒരു പ്രത്യേക ജീവിവർഗത്തെ കുറിച്ചുള്ള അറിവ് നൽകാൻ. ഓരോ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ഓരോ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ ആ പ്ലാന്റുകളെ, ആ പ്രത്യേകതരം പ്ലാന്റുകളെ കുറിച്ച് അറിയാൻ ഹെർബേറിയം സഹായിക്കും. മറ്റ് ജീവിവർഗങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. ഒരു പ്ലാന്റ് അറിയാമെങ്കിൽ അതോടൊപ്പം ഈ ഗ്രൂപ്പിൽ വരേണ്ട മറ്റ് ചെടികളെയും കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തുളസി കണ്ടാൽ തുളസിയുമായി സാമ്യമുള്ള ചെടികളെ നമുക്ക് ഈസിയായിട്ട് പിന്നീട് തിരിച്ചറിയാൻ പറ്റും. തന്മാത്ര വ്യവസ്ഥാ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ DNA ഉറവിടമായിട്ട് നടത്തും. മോളിക്കുലർ ടാക്സോണമി നടത്തുന്നെങ്കിൽ അതിന് വേണ്ട DNA ഉറവിടമായിട്ട് ഈ ഹെർബേറിയം ഉപയോഗിക്കാം. ഈ ഹെർബേറിയത്തിലെ ചില പീസിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ DNA ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അങ്ങനെ മോളിക്കുലർ ടാക്സോണമിയുടെ ഒരു ഉറവിടം കൂടിയാണ് ഈ ഹെർബേറിയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹെർബേറിയം എന്തൊക്കെ നോക്കാം. ഹെർബേറിയം എവിടെയാണ് കാണപ്പെടുന്നത്? എല്ലാ ബൊട്ടാണിക്കൽ ഗാർഡനിലും ഹെർബേറിയം ഉണ്ടായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാ ബൊട്ടാണിക്കൽ ഗാർഡനിലും അതൊരു വെറൊരു ഗാർഡനല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അവിടെ ഹെർബേറിയം എന്തായാലും ആ ഗാർഡനിലുള്ള പ്ലാന്റ്സിന്റെയും മുമ്പ് ഉണ്ടായിരുന്ന പ്ലാന്റ്സിന്റെയും കിട്ടാവുന്ന പ്ലാന്റ്സിന്റെ ഒക്കെ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹെർബേറിയമാണ് സെൻട്രൽ നാഷണൽ ഹെർബേറിയം, സിദ്പൂർ, ഹൗറ, വെസ്റ്റ് ബംഗാൾ. ഇതിന്റെ കൽക്കട്ട ഹെർബേറിയം എന്നാണ് അറിയപ്പെടുന്നത്. കൽക്കട്ടയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെയാണ് ഈ ഹെർബേറിയം സ്ഥിതി ചെയ്യുന്നത്. 1793 ഇത് സ്ഥാപിതമായത്. ഏറ്റവും ഓൾഡസ്റ്റ് പഴക്കത്തിന്റെ ഹെർബേറിയമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെർബേറിയമാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് സ്ഥാപിച്ചത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഏകദേശം 15 ലക്ഷത്തോളം മാതൃകൾ ഹെർബേറിയം പ്ലാന്റുകളെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഹെർബേറിയമാണ് NBRAയുടെ ഹെർബേറിയം. ലക്നൗ, ഉത്തർപ്രദേശിലുള്ള ലക്നൌവിലുള്ള NBRAയുടെ ഹെർബേറിയം. അവിടെ ഏകദേശം 1,50,000 മാതൃകൾ, സ്പെസിമെൻസ്, പ്ലാന്റ്സിന്റെ ഹെർബേറിയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ശരിയായി തിരിച്ചറിഞ്ഞ് തരംതിരിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹെർബേറിയം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ ക്യൂവിലുള്ള റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിന്റെ കളക്ഷനും ഉണ്ട്. അതിന്റെ തന്നെ ഹെർബേറിയം അവിടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹെർബേറിയം റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ക്യൂവിലുള്ള ഇംഗ്ലണ്ടിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഹെർബേറിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയത് സെൻട്രൽ നാഷണൽ ഹെർബേറിയമാണ്, കൽക്കട്ടയിൽ. അടുത്ത ഒരു റിസോഴ്സ് ആണ് സസ്യോദ്യാനങ്ങൾ അഥവാ ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ വെറും ഒരു ഗാർഡൻ അല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ ഗവേഷണങ്ങളും റിസർച്ചുകളും എല്ലാം നടക്കുന്നുണ്ട്. അവിടെ ഹെർബേറിയം വരെ സൂക്ഷിക്കുന്നു. ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് പരിപാലിക്കുന്ന ജീവനുള്ള സസ്യങ്ങളുടെ ശേഖരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഹെർബേറിയത്തിൽ ഡ്രൈഡ് ജീവനില്ലാത്ത പ്ലാന്റ്സിനെ സൂക്ഷിക്കുമ്പോൾ ഇവിടെ ജീവനോടുകൂടി പ്ലാന്റ്സുകളെ പ്രത്യേക വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ തിരിച്ചറിയാൻ വേണ്ടി പ്ലാന്റുകളെ ലേബൽ ചെയ്തിരിക്കും അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ ചെടികളെയും അതിന്റെ ശാസ്ത്രീയ നാമങ്ങളും സയന്റിഫിക് നെയിമും അതുപോലെ ലോക്കൽ നെയിം തദ്ദേശീയ നെയിമും നാമങ്ങളും അതുപോലെ സസ്യത്തിന്റെ കുടുംബം, ഏത് ചെടി, അതിന്റെ ഉപയോഗങ്ങളൊക്കെ ഒരു ബോർഡിൽ ചെടികളുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ചെടിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. കാണുന്നവർക്ക് ആ ചെടി കാണാനും അതിന്റെ ഉപയോഗങ്ങളും ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ അതുവഴി സഹായിക്കും. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയവർക്ക് അറിയാം ഇവിടെ ഏതൊക്കെ ചെടികളാണ് സംരക്ഷിക്കുന്നത്. അലങ്കാര സസ്യങ്ങൾ, കൃഷി ചെയ്യാനുള്ള സസ്യങ്ങൾ, വന്യമായ അതായത് നഷ്ടപ്പെട്ടു പോയതും അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതും, അതുപോലെ ഔഷധ സസ്യങ്ങൾ, സാമ്പത്തികമായും എക്കണോമിക്കലി നമുക്ക് പ്രധാനമുള്ള സസ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള സസ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സസ്യങ്ങളെയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉൾപ്പെടുത്തുന്നത്. ആർബോറേറ്റം എന്ന് പറയുന്നത് മരങ്ങളുടെ ഒരു കളക്ഷനാണ്. മരം നിറഞ്ഞ സസ്യങ്ങളെ, കുറ്റിച്ചെടികളെയും മരങ്ങളെയും കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദർശന ഉദ്യാനം കൂടിയാണ്. ഒരുപാട് മരങ്ങളെ അവിടെ കൺസർവ് ചെയ്യുന്നു. അതാണ് ആർബോറേറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെയും ചരിത്രം എന്താണെന്ന് നോക്കാം. ബൊട്ടാണിക്കൽ ഗാർഡന്റെ ചരിത്രം. ചൈനയിലും മെഡിറ്ററേനിയൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലാണ് ഇത് ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റലിയിലെ പിസയിൽ ലൂക്കാഗിനി, നേരത്തെ പറഞ്ഞ അധ്യാപകൻ തന്നെയാണ്, ഹെർബേറിയം പറഞ്ഞ സമയത്തുള്ള അധ്യാപകൻ തന്നെയാണ് ലൂക്കാഗിനി ഒരു ഉദ്യാനം സ്ഥാപിച്ചു. ഇത്തരം ഉദ്യാനങ്ങൾ ശരിക്കും മെഡിക്കൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ സ്കൂളുകൾ, ഇന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയില്ല, അതുമായി ബന്ധപ്പെട്ട് തുടങ്ങി വെച്ച ഒരു ഉദ്യാനവുമായിരുന്നു. അക്കാലത്തെ ശാസ്ത്രജ്ഞന്മാർ പ്രധാനമായും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രൊഫസേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പരിശീലനം ലഭിക്കാനും ഗവേഷണം നടത്താനും വേണ്ടിയാണ് ഈ ഗാർഡൻസ് തുടങ്ങിയത്. പിന്നെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനും മരുന്നുകൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഈ ചെടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നതും ഈ ഉദ്യാനങ്ങൾ പരിപാലിച്ചിരുന്നത്.
അതാണ് പിന്നീട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിട്ട് മാറിയത്. ബൊട്ടാണിക്കൽ ഗാർഡന്റെ പങ്ക് എന്താണെന്ന്, രാജ്യത്തെ സസ്യങ്ങളുടെയും തിരഞ്ഞെടുത്ത വിദേശ സസ്യജാലങ്ങളുടെയും ജീവിക്കുന്ന ഒരു ശേഖരമാണ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സസ്യങ്ങളുടെയും, അതുപോലെ പുറത്തുനിന്ന് ഫോറിൻ പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ എല്ലാത്തിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരിക്കും ബൊട്ടാണിക്കൽ ഗാർഡനിൽ. പിന്നെ സസ്യവിഭവങ്ങളുടെ സംരക്ഷണ കേന്ദ്രം, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എല്ലാ ജൈവ വൈവിധ്യങ്ങളെയും അവിടെ സംരക്ഷിക്കും. അപൂർവവും തദ്ദേശീയവുമായ ജീവിവർഗങ്ങളുടെ ആവാസ കേന്ദ്രം, വളരെ അപൂർവമായിട്ടുള്ള ആ ഒരു ചില ലൊക്കാലിറ്റിയിൽ മാത്രം കാണുന്ന പ്ലാന്റ്സിന്റെയും അതുപോലെ മറ്റ് ജീവജാലങ്ങളുടെയും ഒരു സംരക്ഷണ കേന്ദ്രമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സാമ്പത്തിക ഔഷധ സസ്യങ്ങളുടെയും അവയുടെ വന്യപൂർവികളുടെയും ജൈംപ്ലാസം ശേഖരിച്ചു വയ്ക്കുന്നു. അതായത് സെലക്ട് ചെയ്ത ചില എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റിന്റെയും അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സിന്റെയും അതിന്റെ വന്യപൂർവിക, അതായത് പഴയ ചെടികൾ, ഓൾഡസ്റ്റ് പ്ലാന്റ്സിന്റെയും അന്യം നിന്ന് പോയ പ്ലാന്റ്സിന്റെയും ഒക്കെ ജൈംപ്ലാസം കൂടി അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളുടെ പ്രചാരണ സ്ഥലം കൂടിയാണ്. നമ്മുടെ എക്കണോമിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സസ്യങ്ങളെ പരിപാലിക്കുന്നുണ്ട്. പിന്നെ സസ്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു അവബോധം, അവയർനെസ് സൃഷ്ടിക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത്. പിന്നെ സൗന്ദര്യ അനുഭൂതിക്ക് വേണ്ടി ബൊട്ടാണിക് ഗാർഡൻ കാണികൾക്ക് ഒരു കാണാനുള്ള കൗതുകം കൂടിയാണ് അല്ലേ. ആ ഒരു ബ്യൂട്ടി, നേച്ചുറലിന്റെ ബ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഊട്ടി ബൊട്ടാണിക് ഗാർഡൻ, മലമ്പുഴ ബൊട്ടാണിക് ഗാർഡൻ, അതുപോലെ തന്നെ ലാൽബാഗ്, ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക് ഗാർഡൻ, പാലോട് ബൊട്ടാണിക് ഗാർഡൻ ഒക്കെ ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ എപ്പോഴും വരാറുണ്ട്. അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ തന്നെയാണ്. പിന്നെ ഈ പ്ലാന്റ്സിനെ ഇവിടെ ജീവനോടെ സംരക്ഷിക്കുന്നു. അവയുടെ സീഡ് കളക്ടിങ്, സീഡ് ബാങ്കുകൾ ഉണ്ടായിരിക്കും. പിന്നെ റിസർച്ചേഴ്സും സയന്റിസ്റ്റുകളും ചേർന്ന് ഈ സസ്യങ്ങളുടെ നാശങ്ങളെ തടയുക, ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൊട്ടാണിക് ഗാർഡനിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 122ഓളം ബൊട്ടാണിക് ഗാർഡൻ ഉണ്ട്. എല്ലാം ഒന്നും പറയുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ബൊട്ടാണിക് ഗാർഡൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ലോയിഡ് ബൊട്ടാണിക് ഗാർഡൻ ഡാർജിലിംഗ് 1878 വില്യം ലോയിഡ് സംഭാവന ചെയ്ത 40 ഏക്കർ സ്ഥലത്ത് കൊൽക്കത്തയിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഒരു ശാഖയായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക് ഗാർഡൻ ആണ് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കൽക്കട്ട. ഇന്നതിന്റെ പേര് മാറിയിട്ടുണ്ട്, വഴിയെ പറയും. അതിന്റെ ഒരു ശാഖയായിട്ടാണ് ഡാർജിലിംഗിലെ 40 ഏക്കറിലെ വില്യം ലോയിഡിന്റെ സംഭാവന തുടങ്ങിയത്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ കൽക്കട്ട. പണ്ടത്തെ പേര് റോയൽ ബോട്ടണി ഗാർഡൻ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ പേരുണ്ട്. ആ പേരാണ് ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബോട്ടണി ഗാർഡൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ്. വേറൊരു പ്രത്യേകത ഉണ്ട്, 300 വർഷം പഴക്കമുള്ള ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ആൽമരം അവിടെ നിൽക്കുന്നു. വീട്ടിലടിച്ച് നോക്കുക, 300 വർഷം പഴക്കവും 300 മീറ്ററോളം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ താങ്ങുവേരുകൾ, ക്രോപ്പ് റൂട്ടിന്റെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ പല ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുന്ന കണ്ടാൽ ഇതൊരു കാടാണെന്ന് തോന്നും. നമ്മൾ കുറെ മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. പക്ഷെ ഒറ്റ മരമാണ് ബ്രാഞ്ച് ചെയ്ത് ഇങ്ങനെ 300 മീറ്ററിലോളം ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ഏറ്റവും ജൈന്റ് ആയിട്ടുള്ളൊരു ബനിയൻ ട്രീ, ഫൈക്കസ് ബംഗാളൻസിസ് കാണപ്പെടുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. പിന്നെ അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോട്, ട്രിവാൻഡ്രം. നമ്മുടെ തിരുവനന്തപുരത്തുള്ള പാലോടുള്ള ബൊട്ടാണിക് ഗാർഡൻ പ്രത്യേകത, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ. അത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ചെടികളുടെ സംരക്ഷണം നൽകുന്ന ഒരു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ് ഈ ഒരു JNTBGR എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോട്, ട്രിവാൻഡ്രം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായിട്ട് കണക്കാക്കുന്നത് കൽക്കട്ടയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെയാണ്. പക്ഷേ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനായിട്ട് കണക്കാക്കുന്നത് JNTBGR പാലോട്, ട്രിവാൻഡ്രം. അതുപോലെ കേരളത്തിൽ കാണുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസസ്, കോഴിക്കോട്. പ്രത്യേകത, ഏറ്റവും കൂടുതൽ ജലസസ്യ ശേഖരം, അക്വാട്ടിക് പ്ലാന്റ്സിന്റെ കളക്ഷനുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ലക്നൗ. ഇപ്പോൾ ഇത് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NBRI എന്നും സിക്കന്ദർ ബാഗ് എന്നും അറിയപ്പെടുന്നു. ഞാൻ കുറച്ച് ബൊട്ടാണിക് ഗാർഡന്റെ പേര് സൂചിപ്പിച്ചിട്ടുള്ളൂ. ലാൽബാഗിലുള്ളതും ഊട്ടിയിലുള്ളതും ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബൊട്ടാണിക് ഗാർഡൻ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്താൻ 122ഓളം ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക് ഗാർഡൻ ആണ് ക്യൂ ഗാർഡൻ അഥവാ
റോയൽ ബൊട്ടാണിക് ഗാർഡൻ. ഇത് ഇംഗ്ലണ്ടിലെ UK-യിലെ ക്യൂവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പഴയ പേരാണ് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. സർ ഹെൻറി കാപ്പൽ എന്ന ഒരു വ്യക്തിയാണ് സ്വകാര്യ ഗാർഡൻ എന്ന നിലയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ജോർജ് ബെന്തം, ജോസഫ് ഡോട്ടർ ഹുക്കർ തങ്ങളുടെ ഗവേഷണത്തിന് വേണ്ടി ഇത് വികസിപ്പിച്ച് ഇന്ന് ഈ കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിലയിൽ എത്തിച്ചു. അപ്പൊ ഇതിന്റെ സ്ഥാപകർ എന്ന് വേണമെങ്കിൽ നമുക്ക് ബെന്തമാൻ ഹുക്കറിനെ പറയാൻ കഴിയും. ഇവിടെ വെച്ചിട്ടാണ് അവർ ആ ജനീറ പ്ലന്റാരം ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യാൻ കാരണം. അവരുടെ വർക്കിന്റെ ഫലമായിട്ട് 3 വാല്യങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തതൊക്കെ ഈ ഗാർഡനുമായി ബന്ധപ്പെട്ട വർക്കിലൂടെയാണ്. അടുത്തത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓർ BSI. നേരത്തെ പറഞ്ഞ ഹെർബേറിയത്തിലൂടെയും ബൊട്ടാണിക് ഗാർഡനിൽ ഒരുപാട് ഇൻഫർമേഷൻ ടാക്സോണമിക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു ബൊട്ടാണിക് ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഫർമേഷൻ തരുന്ന മറ്റൊരു സ്ഥാപനമാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓർ BSI. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിൽ. സ്ഥാപിച്ചത് 1790 ഫെബ്രുവരി 13 സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത്? ഇന്ത്യയിലെ സസ്യസമ്പത്തിന്റെ സർവേ നടത്താനും അത് എത്രത്തോളം നമ്മുടെ പ്ലാന്റ് ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് അതിന്റെ സർവേ നടത്താനും ഗവേഷണം നടത്താനും സംരക്ഷണം നൽകാനും ഇന്ത്യയിലെ സസ്യജാലങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസുകളും വംശനാശ ഭീഷണി നേരിടുന്ന പ്ലാന്റ്സിലെ ജെയിം പ്ലാസവും ജീൻ ബാങ്കും ഒക്കെ ശേഖരിക്കാനും അത് പരിപാലിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നിർമ്മിച്ചെടുത്തത് അല്ലെങ്കിൽ സ്ഥാപിച്ചത്. അപ്പൊ പ്ലാന്റ്സിന്റെ കളക്ഷൻ അതോടൊപ്പം ആ പ്ലാന്റ്സിനെ കൺസർവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം വന്നത്. ആരാണ് ഇത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഏതിന്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്തത്? ഭാരത സർക്കാരിന്റെ കീഴിലുള്ള പരിസ്ഥിതി മന്ത്രാലയം അതുപോലെ വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ ഒരു സംഘടന ഉണ്ടായിട്ടുള്ളത്. ആദ്യമായിട്ട് സ്ഥാപിച്ചത് പശ്ചിമ ബംഗാളിലാണെന്ന് പറഞ്ഞല്ലോ. അത് ആരാണ് സ്ഥാപിച്ചത്? 1790 ഫെബ്രുവരി 13 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് BSI സ്ഥാപിക്കുന്നത്. അന്നത്തെ ഡയറക്ടറായിരുന്നു സർ ജോർജ് കിങ്ങിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് സ്ഥാപിതമായതും. ആരായിരുന്നു സർ ജോർജ് കിങ്? 1871 മുതൽ കൽക്കട്ടയിലെ ബൊട്ടാണിക് ഗാർഡന്റെ ഡയറക്ടറായിട്ട് വർത്തിച്ച അദ്ദേഹമാണ് ഈ ഒരു BSI സ്ഥാപിക്കാൻ കാരണമായത്. പിന്നീട് ഈ സർവേയുടെ ആസ്ഥാനമായിട്ട് കൽക്കട്ട ഗാർഡൻ മാറുകയും ചെയ്തു. അത് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, കൽക്കട്ടയിലുള്ള ബൊട്ടാണിക് ഗാർഡൻ ഇതിന്റെ ആസ്ഥാനമായിട്ട് മാറുകയും ബംഗാൾ, അസം, നോർത്ത് ഈസ്റ്റ്, ബർമ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ഇതിന്റെ ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ BSI സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റു സ്ഥലങ്ങളിൽ ചില സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരിന്റെ കീഴിൽ സ്ഥാപിച്ചിരുന്നു. ഈ പറഞ്ഞ സർവേ നടത്താൻ വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ പൂനെയിലും മദ്രാസ് പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് 1750 സ്ഥാപിച്ച സഹാറൻപൂർ ബൊട്ടാണിക്കൽ ഗാർഡൻ. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ ഒരു ബൊട്ടാണിക് ഗാർഡൻ സ്ഥാപിച്ചതിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരുപാട് ഔഷധ സസ്യങ്ങൾ വളർത്തിയെടുക്കുകയും അത് വാണിജ്യത്തിനും വ്യാപാരത്തിനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനൊരു സ്ഥാപനം തന്നെ തുടങ്ങിയത്. ഇന്ന് BSI ഒരുപാട് അക്കാദമിക് ഗവേഷണ പരിപാടികൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് ഗവേഷണവുമായി ബന്ധപ്പെട്ടും പഠനം നടത്താനും അക്കാദമിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി BSI ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നു. BSIയിൽ നിന്ന് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ പുറത്തു വരുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലോറ ഓഫ് ഇന്ത്യ സീരീസ് പുസ്തകങ്ങൾ, സംസ്ഥാന ഫ്ലോറകൾ, സംരക്ഷിത പ്രദേശങ്ങളുടെ സസ്യജാലിക, ഇന്ത്യൻ സസ്യങ്ങളുടെ റെഡ് ബുക്ക്. ഇവയ്ക്ക് പുറമെ BSIയുടെ തന്നെ വാർഷിക പതിപ്പുകളുണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അതിലൊന്നാണ് പ്ലാന്റ് ഡിസ്കവറി. പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊരു വാർഷിക പതിപ്പാണ്. ആ ഒരു പതിപ്പില് 2019 ഇറങ്ങിയ പ്രകാരം 18,800ഓളം ഫ്ലവറിംഗ് പ്ലാന്റ്സും 82 ഇനം ജിംനോസ്പെർമുകളും 1307 സ്റ്റെറിഡോഫൈറ്റുകളും 15,447 ഫംഗസുകളും 7,434 ഇനം പായലുകളും 2,786 ഇനം ബ്രയോഫൈറ്റുകളും 2,981 ഇനം കൽപ്പായലുകളും 1,239 ഇനം സൂക്ഷ്മാണുക്കളും ഉണ്ടെന്ന് ആ ഒരു പബ്ലിക്കേഷനിൽ പറയുന്നുണ്ട്. പ്ലാന്റ് ഡിസ്കവറി എന്ന പബ്ലിക്കേഷനിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്രയും പ്ലാന്റ്സിനെ അവർ സംരക്ഷിക്കുന്നതിന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് അത് പബ്ലിഷ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ലോകത്തുള്ള ഇനങ്ങളുടെ 8% മാത്രമേ ആയിട്ടുള്ളൂ ഈ അവരുടെ ഒരു പബ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2019 BSIയിലെയും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലെയും സയന്റിസ്റ്റുകൾ, ഗവേഷകർ 253 പുതിയ സസ്യങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. BSIയുടെ മറ്റൊരു വാർഷിക പതിപ്പാണ് നിലംബോ. ഒരു ദ്വിഭാഷ ജേണലാണ് നിലംബോ എന്ന് പറയും. സസ്യവർഗീയ ശാസ്ത്രം, സസ്യശാസ്ത്രം എന്നിവയുടെ സമഗ്ര അവലോകനവും ആധികാരികമായിട്ടുള്ള ഒരു ജേണലാണ്. അടുത്താണ് ടാക്സോണമിക് സാഹിത്യങ്ങൾ, അതായത് ടാക്സോണമിക് ലിറ്ററേച്ചർ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ
ഒരു കയ്യെഴുത്ത് പ്രതിയാകാം, അല്ലെങ്കിൽ മാസികകളാകാം, അല്ലെങ്കിൽ ജേണലുകളാകാം, സിനിമകളാകാം, ടേപ്പുകളാകാം, ഡ്രോയിങ്ങുകളാകാം, ചിത്രീകരണങ്ങളാകാം, പെയിന്റിങ്ങുകളാകാം. ഇതിലൂടെ ഓരോ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വർഗീകരണം, അതിന്റെ നാമം, പേരുകൾ, ഓരോ ടാക്സുമായുള്ള ബന്ധം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് തരുന്ന പുസ്തകങ്ങളോ മറ്റു മാസികകളോ ഒക്കെയാണ് ടാക്സോണമി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ട സിലബസ് തന്നിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്സ്. ഇത് 3 നമുക്ക് ഡീറ്റെയിൽ പഠിക്കേണ്ട ടാക്സോണമി ലിറ്ററേച്ചർ. ഇവ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ആണ്. ഈ പബ്ലിക്കേഷനിലൂടെ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്താണ് ഫ്ലോറ. സസ്യജാലം എന്നൊക്കെ പറയും. ഫ്ലോറ എന്നൊരു ബുക്കാണ്. അതായത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളുടെ സസ്യങ്ങളുടെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഫ്ലോറ എന്ന് പറയുന്നത്. 2 തരത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന സൂചകങ്ങൾ കീകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ ഫ്ലോറയ്ക്ക് തുറന്നു നോക്കുമ്പോൾ 2 സൂചകങ്ങളുണ്ട്. കീസ് എന്നാണ് പറയുന്നത്. ആ സൂചകങ്ങളിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യും, ഒന്ന് റിജക്ട് ചെയ്ത് നമുക്ക് ശരിയായ പ്ലാനിലോട്ട് എത്താൻ പറ്റും. നമ്മളുടെ കയ്യിൽ ഒരു പ്ലാന്റ് കിട്ടിയാൽ നമുക്ക് ആ പ്ലാന്റ് ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഫ്ലോറ നോക്കി ആ ചെടിയുടെ ജീനസ് ഏത്, സ്പീഷീസ് ഏത്, ഫാമിലി ഏത് തിരിച്ചറിയാൻ പറ്റും. ഈ ഫ്ലോറകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകുന്ന ഒരു ഗ്രന്ഥങ്ങളാണ് ഒന്ന് എസ്.കെ. ബ്ലെയ്ക്കിന്റെ ജോഗ്രഫിക്കൽ ഗൈഡ് ടു ദി ഫ്ലോറാസ് ഓഫ് ദി വേൾഡ്, അതുപോലെ ഫ്ലോഡിൻ എഴുതിയ ഗൈഡ് ടു ദി സ്റ്റാൻഡേർഡ് ഫ്ലോറാസ് ഓഫ് ദി വേൾഡ്. ഈ 2 പുസ്തകങ്ങളിലും മറ്റു ഫ്ലോറകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫ്ലോറാസ്? ഒന്ന് പ്രാദേശിക ഫ്ലോറ, അതായത് ലോക്കൽ ഫ്ലോറ എന്ന് പറയും. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു പ്രദേശത്തെ മാത്രം സസ്യങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുന്ന ഒരു ബുക്കാണ് ഫ്ലോറ, ലോക്കൽ ഫ്ലോറ. പരിമിതമായ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാകാം, അല്ലെങ്കിൽ ഒരു നഗരമാകാം, അല്ലെങ്കിൽ ഒരു താഴ്വരയാകാം, അല്ലെങ്കിൽ ഒരു പർവ്വതനിരയാകാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്ലാന്റ്സിന്റെ കളക്ഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടാവും. ആ സിസ്റ്റമാറ്റിക് പൊസിഷൻ വരെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് നൽകുന്ന ബുക്കുകളാണ് ലോക്കൽ ഫ്ലോറ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പി.വി. ശിവരാജനും മാത്യു എഴുതിയ ഫ്ലോറ ഓഫ് നിലമ്പൂർ. നിലമ്പൂർ ഫ്ലോറയാണ് ഒരു ലോക്കൽ ഫ്ലോറയ്ക്ക് എക്സാമ്പിൾ പറയുന്നത്. അടുത്താണ് റീജിയണൽ ഫ്ലോറ. ഒരു വലിയ ഭൂമിശാസ്ത്ര പ്രദേശത്തെ കാണപ്പെടുന്ന എല്ലാ സസ്യങ്ങളുടെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന ബുക്കുകളാണ് റീജിയണൽ ഫ്ലോറ എന്ന് പറയും. അതൊരു രാജ്യമാകാം, അല്ലെങ്കിൽ വലിയൊരു സസ്യമേഖലയാകാം. സർ ജെ.ഡി. ഹുക്കറിന്റെ ഫ്ലോറ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, സി.ജി. സ്റ്റിനിസ്റ്റിന്റെ ഫ്ലോറ ഓഫ് മലേഷ്യാന, അതുപോലെ ക്യാമ്പലിന്റെ ഫ്ലോറ ഓഫ് പ്രസിഡൻസി ഓഫ് മദ്രാസ് തുടങ്ങിയവയെല്ലാം ഒരു വലിയ പ്രദേശത്തെ സസ്യജാലങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നൽകുന്ന ഫ്ലോറകളാണ്. അപ്പോൾ എന്താണ് നാഷണൽ ഫ്ലോറ? ഒരു നേഷന്റെ, ഒരു രാജ്യത്തിന്റെ മൊത്തം സസ്യസമ്പത്തിന്റെ ഡീറ്റെയിൽസ് നൽകുന്ന ഒരു ഫ്ലോറ ആയിരിക്കും നാഷണൽ ഫ്ലോറ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ BSA കൽക്കട്ട ഇറക്കിയ ഇന്ത്യൻ ഫ്ലോറയാണ്. ഇന്ത്യയിലെ സസ്യജാലം ഇന്ത്യൻ ഫ്ലോറയാണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. എന്താണ് കോണ്ടിനെന്റൽ ഫ്ലോറ? ഒരു ഭൂഖണ്ഡത്തിലെ ഡീറ്റെയിൽസ് നൽകുന്ന പുസ്തകങ്ങളാണ് കോണ്ടിനെന്റൽ ഫ്ലോറ എന്ന് പറയുന്നത്. ആ ഭൂഖണ്ഡത്തിലെ മുഴുവൻ പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടായിരിക്കും. എക്സാമ്പിൾ ഫ്ലോറ യൂറോപ്പിയ. G.G. Tutin ആണ് ഇത് എഴുതിയത്, തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിന്റെ ഫ്ലോറ ഒരു കോണ്ടിനെന്റിലെ കംപ്ലീറ്റ് ഫ്ലോറയും അതിനകത്തുണ്ടായി. അടുത്തത് മാനുവൽ. മാനുവൽ എന്താണെന്ന് നോക്കാം. അതിനൊന്ന് ഫ്ലോറ എന്താണ്? ഫ്ലോറയിലൂടെ നമുക്ക് ഒരു പ്രദേശത്തെ കംപ്ലീറ്റ് പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ്, ആ പ്ലാന്റിന്റെ എല്ലാ ടാക്സോണിക് ഇൻഫർമേഷൻസും സ്പീഷീസ് വരെ നമുക്ക് അറിയാൻ പറ്റും. അത് ഏത് ലൊക്കാലിറ്റിയിൽ കാണപ്പെടുന്നു എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫ്ലോറ എന്ന് പറയുന്നത്. എന്നൊരു മാനുവൽ എന്ന് പറയുന്നത് ഒരു ബുക്ക് തന്നെയാണ്. പക്ഷെ അത് എന്താണെന്ന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ LH ഡെയിലിയുടെ ഒരു മാനുവലാണ് കൃഷി ചെയ്ത സസ്യങ്ങളുടെ മാനുവൽ, അതായത് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിന്റെ മാനുവൽ. അതിലൂടെ നമുക്ക് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് മാത്രമേ കിട്ടുള്ളൂ. ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ മാത്രം ഡീറ്റെയിൽസ് നൽകുന്ന പ്രസിദ്ധീകരണങ്ങളാണ് മാനുവൽസ്. അതിനകത്ത് ശേഖരണ നമ്പർ കാണില്ല, അതുപോലെ സൈറ്റേഷൻസ് കാണില്ല. ഫ്ലോറയിലുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കാണില്ല, പക്ഷെ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് അടങ്ങി. അടുത്താണ് മോണോഗ്രാഫ്. ഏതെങ്കിലും ഒരു ടാക്സോണിന്റെ, ഫോർ എക്സാമ്പിൾ ഫാമിലി, കുടുംബമോ അല്ലെങ്കിൽ ജീനസ്, ഇതിന്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടുന്ന ഒരു ടാക്സോണമിക് ലിറ്ററേച്ചർ ആണ് മോണോഗ്രാഫ്. ഈ മോണോഗ്രാഫിലൂടെ നമുക്ക് അറിയേണ്ട പ്ലാന്റ്സിന്റെ ഫാമിലി അല്ലെങ്കിൽ ജീനസ് ഡീറ്റെയിൽസ് മാത്രമേ അറിയാൻ കഴിയും. ഒരു ഫ്ലോറയിലുള്ളത് പോലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലൂടെ കിട്ടത്തില്ല. എക്സാമ്പിൾ നോക്കാം. എ മോണോഗ്രാഫ് ഓഫ് ദ ജീനസ് അവീന ബൈ B.R. ബൗം. അല്ലെ, B.R. ബൗം തയ്യാറാക്കിയ ഒരു മോണോഗ്രാഫാണിത്. അതിൽ അവീന എന്ന പ്ലാന്റ്സിന്റെ ജീനസിനെ കുറിച്ച് മാത്രമേ ഡീറ്റെയിൽസ് കണ്ടു. അപ്പൊ ഏതെങ്കിലും ഒരു ടാക്സോണിന്റെ ഡീറ്റെയിൽസ് നൽകുന്ന പ്രസിദ്ധീകരണങ്ങളാണ് മോണോഗ്രാഫ്.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ടാക്സോണമിക് ഇൻഫർമേഷൻ എന്ന റിസോഴ്സുകളായ ഹെർബേറിയ, ബൊട്ടാണിക്കൽ ഗാർഡൻ, BSI, അതുപോലെ ടാക്സോൺ ലിറ്ററേച്ചറായ ഫ്ലോറ, മോണോഗ്രാഫ്, മാനുവൽസ് ആണ്. ഇതിലൂടെ നമുക്ക് ടാക്സോണമി പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഡേറ്റാസ് നൽകുന്ന റിസോഴ്സുകളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം.